സുകുമാരി കേന്ദ്ര കഥാപാത്രമായി എത്തിയ മിഴികൾ സാക്ഷിയെക്കുറിച്ച് പറയുകയാണ് സാബു സർഗം. 2008 പുറത്തിറങ്ങിയ ചിത്രത്തിൽ ആദ്യം സുകുമാരി അമ്മയുടെ മകനായി സുരേഷ് ഗോപിയെ ആയിരുന്നു കരുതിയതെന്നും അവസാനം മോഹൻലാലിൽ എത്തുകയായിരുന്നുവെന്നുമാണ് അദ്ദേഹം പറയുന്നത്. മാസ്റ്റർ ബിന്നിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു സാബു സർഗം. അമ്മയ്ക്കേറെ പ്രാധാന്യമുള്ള സിനിമയായിരുന്നു മിഴികൾ സാക്ഷി. സംസാരശേഷിയില്ലാത്ത മകനെ നഷ്ടപ്പെടുന്ന അമ്മ. അങ്ങനെ ഒരു സിനിമയിലേക്ക് വളരെയധികം അഭിനയ പ്രാധാന്യമുള്ള നടിയെ കൊണ്ടുവന്നാൽ മാത്രമേ ഈ കഥാപാത്രം ശക്തമായി നിൽക്കുകയുള്ളൂ. അതിനുവേണ്ടി പല ആളുകളോടും ചോദിച്ച ശേഷമാണ് ഞങ്ങൾ സുകുമാരി അമ്മയുടെ അടുത്തെത്തിയത്. പലരെയും അതിനു മുമ്പ് കണ്ട് സംസാരിച്ചെങ്കിലും ആരും ഈ സിനിമ ഏറ്റെടുത്തില്ല. അവരൊക്കെ പറഞ്ഞത് ഇങ്ങനെയൊരു അമ്മവേഷം ചെയ്താൽ എന്താകുമെന്ന് പറയാൻ കഴിയില്ലെന്നാണ്. പക്ഷേ സുകുമാരിയമ്മ കഥ കേട്ടതും നിറഞ്ഞ കണ്ണുകളോടെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. സുകുമാരിയമ്മ ഒരുപാട് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും മിഴികൾ സാക്ഷിയിലെ സംസാരിക്കാൻ കഴിയാത്ത ആ കഥാപാത്രമാണ് എന്നും ആളുകളുടെ മനസ്സിലുള്ളത്. അതുമാത്രവുമല്ല, ഒരുപാട് അംഗീകാരങ്ങളും അമ്മയെ തേടി എത്തിയിരുന്നു. ആ അമ്മയായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രം. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഒരു മെയിൻ ഹീറോയെ സമീപിക്കാൻ കഴിയില്ലായിരുന്നു. കാരണം അവർ നോക്കുമ്പോൾ കഥയിൽ അമ്മയ്ക്കാണ് പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് അവരൊക്കെ സിനിമയിൽ നിന്ന് പിന്മാറാൻ സാധ്യതയുണ്ട്. എന്നാൽ സുകുമാരി അമ്മ ആയതുകൊണ്ട് അമ്മ പറഞ്ഞാൽ കേൾക്കാത്ത നടന്മാർ ഉണ്ടായിരുന്നില്ല. കാരണം അവർ എല്ലാവരുടെയും അമ്മയായിരുന്നു സുകുമാരി. നമ്മൾ സുരേഷ് ഗോപിയെ നായകനാക്കാൻ തീരുമാനിച്ചാണ് സുകുമാരി അമ്മയുടെ അടുത്ത് പോകുന്നത്. പക്ഷേ അമ്മ കഥ കേട്ട ശേഷം പറഞ്ഞത് സുരേഷിനേക്കാൾ ആ കഥാപാത്രത്തിൻ്റെ മുഖമായിട്ട് മനസ്സിലേക്ക് വന്നത് ലാലിനെയാണെന്നാണ്. ലാൽ ഇപ്പോൾ അമേരിക്കയിലാണ്. അവൻ വന്ന ശേഷം സംസാരിച്ചിട്ട് മാത്രം സുരേഷിനോട് പറഞ്ഞാൽ മതിയെന്നും ലാൽ ഓക്കെ പറഞ്ഞാൽ ലാലിനെ കൊണ്ട് ചെയ്യിക്കാമെന്നും സുകുമാരി അമ്മ പറഞ്ഞു. അന്ന് അമ്മ പറഞ്ഞത് കേട്ടതും പ്രൊഡ്യൂസർ ഞെട്ടി. അന്ന് മോഹൻലാലിന് നല്ല റേറ്റായിരുന്നു. അന്ന് ഏറ്റവും കൂടുതൽ റേറ്റ് വാങ്ങുന്ന മലയാള നടനായിരുന്നു മോഹൻലാൽ. ഒരുപക്ഷെ അദ്ദേഹത്തെ കൊണ്ടുവന്നാൽ പടത്തിൻ്റെ രൂപം തന്നെ മാറും. ഈ സിനിമയാണെങ്കിൽ എങ്ങനെ തിയേറ്ററിൽ വിറ്റുപോകുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അതിനാൽ ഈ സിനിമയ്ക്കായി ലക്ഷവും കോടികളും മുടക്കാൻ കഴിയില്ല. എന്നാൽ ഞങ്ങളുടെ ചിന്തകളെ തകിടം മറിച്ച് മോഹൻലാൽ ഈ സിനിമയിലേക്ക് വരികയായിരുന്നു, സാബു സർഗം പറയുന്നു.